ഷിജോ, ഇന്ന് രാവിലെ തന്നെ ഒരു സമരത്തിന്റെ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ആളുകൾ എത്തി തുടങ്ങിയോ? എന്തായാലും ഡയസ്നോണൊക്കെ പോട്ടെ, ഡയസ്നോൺ ശമ്പളം ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഈ കാര്യത്തിൽ പ്രതികരിക്കാം എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് അനുകൂല സംഘടനകൾ എടുക്കുന്നത്. പ്രതിപക്ഷ സംഘടനകളുടെ ആ തീരുമാനം സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ CPI ആഭിമുഖ്യമുള്ള ജോയിന്റ് കൗൺസിൽ കൂടി സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നൽകാനുള്ളത്? സമരം തുടങ്ങിയോ? ജിൽസി, സമരവും പ്രതിഷേധവും ഒന്നുമില്ലാതെ എന്ത് തലസ്ഥാനം എന്നുള്ളതാണ് ആദ്യത്തെ ജിൽസി പറഞ്ഞതിനെന്നുള്ള ഒരു മറുപടിയായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇന്നത്തെ സമരം അങ്ങനെയല്ല. ഇന്നിപ്പോൾ സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നതോടുകൂടി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനം ഇന്നിപ്പോൾ താറുമാറാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ കീഴിലുള്ള 15 സർവീസ് സംഘടനകളും അതുപോലെ CPIയുടെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലുമാണ് ഇന്നിപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്, പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ CPMൻ്റെ സർവീസ് സംഘടനകൾ ഈ സമരത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും അവരടക്കം ഉന്നയിക്കുന്ന കുറേയധികം ആവശ്യങ്ങളുണ്ട്. ശമ്പള പരിഷ്കരണം എത്രയും വേഗം നടപ്പിലാക്കുക, അതിനകത്തൊരു കാലതാമസം ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ അത് മാറ്റി പഴയ രീതിയിലേക്ക് പോവുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങൾ ഈ പറയുന്ന സർവീസ് സംഘടനകൾ സർക്കാർ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും സർക്കാർ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടില്ല. ഇതിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ ഈ സമരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലെയും വില്ലേജ് ഓഫീസുകളിലെയും കളക്ടറേറ്റുകളിലെയും ഒക്കെ പ്രവർത്തനം വലിയ രീതിയിൽ താളം തെറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സമരത്തെ പൊളിക്കാനായിട്ട് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിലെ ശമ്പളത്തിൽ നിന്ന് ഈ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ സമരത്തെ പൊളിക്കാനായിട്ട് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനധികൃതമായി ഈ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്കെതിരെയും ഡയസ്നോൺ ബാധകമായിരിക്കും എന്നൊരു കാര്യമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഡയസ്നോൺ ഒന്നും ബാധകമല്ല, അതൊന്നും ഒരു തരത്തിലും ഈ സമരത്തെ പൊളിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ജോയിൻറ്റ് കൗൺസിലും അതുപോലെ സെറ്റോയും അടക്കമുള്ള സർവീസ് സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ സർക്കാർ ഓഫീസിലേക്ക് ജീവനക്കാരും വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ CPMൻ്റെ അനുകൂല സംഘടനയായിട്ടുള്ള സർവീസ് സംഘടന എന്നുള്ള ജീവനക്കാർ ജോലിക്ക് വന്നാൽ അവരെ തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ ഒരുപക്ഷേ അത് ചെറിയ സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ കയ്യാങ്കളിയിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഈ സമരം പണിമുടക്ക് പ്രഖ്യാപിച്ച സർവീസ് സംഘടനകളെ പരിഹസിച്ചുകൊണ്ട് ഉള്ള മറുപടികൾ ഒക്കെ CPM അനുകൂല സംഘടനകളൊക്കെ ഇറക്കിയിരുന്നു. അന്തിച്ചർച്ചയ്ക്കുള്ള ആളുകൾ പോലും ഈ സമരത്തിൻ്റെ ഭാഗമാകില്ല എന്നുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചില പ്രതികരണങ്ങളൊക്കെ മറ്റ് സർവീസ് സംഘടനകളിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷേ ജീവനക്കാർ ജോലിക്ക് വന്നാൽ തടയുന്ന സാഹചര്യങ്ങളൊക്കെ മറ്റു പലയിടങ്ങളിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വില്ലേജ് ഓഫീസുകളിലടക്കം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കളക്ടറേറ്റുകളിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റിലേക്ക് കൂടുതൽ ജീവനക്കാർ വരാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ ഈ സമരത്തിൻ്റെ ഭാഗമാകാതെ, പണിമുടക്കിൻ്റെ ഭാഗമാകാതെ നിൽക്കുന്ന ജീവനക്കാർ വന്നാൽ അവരെ തടഞ്ഞാൽ അത് കൂടുതൽ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. അത് കഴിഞ്ഞ കുറേ നാളുകളായി അതുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിലേക്ക് ജോയിൻറ്റ് കൗൺസിൽ അടക്കം പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാപ്പകൽ സമരത്തിലേക്കൊക്കെ ജോയിൻറ്റ് കൗൺസിൽ പോയിരുന്നു. അതിനുശേഷവും ചീഫ് സെക്രട്ടറിക്ക് അടക്കം ജോയിൻറ്റ് കൗൺസിൽ ഈ സമരത്തിലേക്ക് പോകുമെന്ന് കാട്ടി ഒരു നോട്ടീസൊക്കെ നൽകിയതാണ്. ആ നോട്ടീസ് നൽകിയിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് പോലും ചീഫ് സെക്രട്ടറി ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നിന്നോ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. അതേ തുടർന്നു കൂടിയാണ് ജോയിൻറ്റ് കൗൺസിൽ സമരം പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് അതിനൊപ്പം തന്നെ സെറ്റോയും ഈ സമരത്തിൻ്റെ ഭാഗമാകുമെന്ന് അറിയിച്ചു. അപ്പോൾ കോൺഗ്രസിന് കീഴിലുള്ള 15 സർവീസ് സംഘടനകൾ ഈ പണിമുടക്കിൻ്റെ ഭാഗമാവുകയാണ്. സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിലെയും അതുപോലെ കളക്ടറേറ്റുകളെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയും അധ്യാപകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ഈ ഫയൽ നീക്കത്തെ അടക്കം ബാധിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഇന്ന് എത്രമാത്രം നീങ്ങുമെന്നുള്ളതൊക്കെയാണ് വരും മണിക്കൂർ നമ്മൾ അറിയേണ്ടത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിലെ ഹാജർ നില എത്രയുണ്ട് എന്നൊക്കെ നമുക്കൊരു 10 മണിക്ക് ശേഷം അറിയാൻ കഴിയും. എന്തായാലും ഈ വിഷയം തന്നെയാണ് ഇന്നിപ്പോൾ നിയമസഭയിലും അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. CPI അനുകൂല സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിൽ അടക്കം ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു ഘടകകക്ഷിയുടെ പോഷക സംഘടന സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് സർക്കാരിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരികയും ചെയ്യും. ഇതുമാത്രവുമല്ല, നിയമസഭയിൽ മറ്റു പല വിഷയങ്ങളും ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി അടക്കം
പ്രതിപക്ഷം ഇന്നിപ്പോൾ സഭയിൽ ചൂണ്ടിക്കാട്ടും. സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തുണ്ടാകുന്ന വാഹനാപകടങ്ങൾ, വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളടക്കം ശ്രദ്ധ ക്ഷണിക്കലായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സഭയിൽ ഈ വിഷയം അടക്കം കൊണ്ടുവരുമ്പോൾ ഭരണ പ്രതിപക്ഷ വാക്പോരും ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റ് പരിസരത്തടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. സെക്രട്ടറിന് മുമ്പിൽ ബാരിക്കേഡൊക്കെ വെച്ച് ഇപ്പോൾ തന്നെ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം രാവിലെയോടുകൂടി തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ സർക്കാർ ജീവനക്കാർ ഇവിടേക്ക് വരും. അവർ വരുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു പ്രതിഷേധമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇപ്പോൾ അതിരാവിലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ജിൽസി, യെസ്, എന്തായാലും സമരത്തെ നേരിടാൻ ഒരുങ്ങി തന്നെയാണ് സർക്കാരും നിൽക്കുന്നത്. അഥവാ ജോലിക്ക് എത്തുന്ന ആളുകളെ ഈ സമരക്കാർ തടയുകയാണെങ്കിൽ അതൊക്കെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എന്തായാലും ഈ സമരം ഒരു വലിയ വിജയമാക്കണം എന്നുള്ളതാണ് കോൺഗ്രസ്, ഒപ്പം തന്നെ CPI അനുകൂല സംഘടനകളുടെ ഒരു തീരുമാനം. എന്തായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം ഉണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത് ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് അറിയുന്നു. അതൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തകൾ.